ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കുറേ അധികം കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ ടൂളിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. അതുപോലെ തന്നെ ടൂളിനകത്തുള്ള എൻട്രി മെത്തേഡ്സ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ടൂളിനകത്ത് രണ്ട് തരത്തിലെ എൻട്രി മെത്തേഡ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്ന്, ടൂള് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേയധികം എൻട്രി മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അതിവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് മോഡിനകത്ത് 4 ഇൻട്രാഡേ എൻട്രി മെത്തേഡ്സും അതുപോലെ തന്നെ ഒരു സ്വിംഗ് എൻട്രി മെത്തേഡും കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ എൻട്രി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലി നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം. അതായത് MTL വരുമ്പം എടുക്കുന്ന കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർ ലൈനിൽ ടച്ച് ചെയ്യുമ്പം എടുക്കുന്ന കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ടൈം ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്തെടുക്കുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് മുതൽ ഉള്ള വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള 8 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 9ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, 8 വീഡിയോയും പ്രോപ്പറായിട്ട് നിങ്ങൾ കണ്ടുവരിക. അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ടൂളിനെ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ഒരു ഡാഷ്ബോർഡ് മാത്രമേ ഉള്ളൂ നമുക്ക് കാണത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ടൂൾ വാങ്ങുന്ന സമയത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു ഡാഷ്ബോർഡ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 5, 10, 15, 30, അതായത് മൊത്തം 7 ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ടൈം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഏത് ടൂളാണ് ഇട്ടേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതുകൊണ്ട് ഇത് അഗ്രസീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ എ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ മൊബൈലിൽ ടൂൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ടൂളാണ് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം മൊബൈലിൽ ഫുൾ നെയിം വരത്തില്ല. ഈ പ്രൈസ് ആക്ഷൻ്റെ ഈ ഏരിയ വരെ ഉള്ളൂ കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അഗ്രസീവ് ആണോ ഡിഫെൻസീവ് ആണോ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഡാഷ്ബോർഡിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇവിടെ എ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് തൊട്ട് താഴെ സ്ട്രക്ചർ എന്ന് പറയുന്നൊരു കോളം കാണാൻ സാധിക്കും. അതാണ് നമ്മളുടെ MTLs. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ഇപ്പം നിങ്ങൾ ഓവറോൾ ആയിട്ട് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അതിന് താഴെ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മളുടെ സ്റ്റാർ ലൈൻസ്. ഓക്കെ, അതിന് താഴെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ കാണാൻ സാധിക്കും. അതായത് ഈ സ്ട്രക്ചറും ഡൈനാമിക്കും നമ്മളുടെ മെയിൻ കൺസെപ്റ്റാണിത്. ഇതെല്ലാം പല ടൈം ഫ്രെയിമിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും. അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആക്ഷൻ ഏരിയ ഇവിടെ വരുന്നത്. കണ്ടില്ലേ, ഈ ആക്ഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു കോളത്തിൽ, ആക്ഷൻ കോളത്തിൽ ടൂൾ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സെൽ സൈഡ് ആണ്. ഓക്കെ, അതിൻ്റെ പ്രൈസ് ലെവൽ എത്രയാണ്? 55 110 സെല്ല് തന്നിരിക്കുന്നത്. മെയ് 2-ാം തീയതി സെല്ല് തന്നതാണ്. ഓക്കെ, 2:25 ആ സെല്ല് വന്നിരിക്കുന്നത്. പ്രൈസ് എത്ര മൂവ് ചെയ്തു? അതായത് സെല്ല് തന്നിരിക്കുന്ന സ്ഥലത്ത് നിന്നും പ്രൈസ് ഇപ്പം 229 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇൻ ബ്രാക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം 229 പോയിന്റിൻ്റെ പെർസെൻറ്റേജിലാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അഗ്രസീവ് ടൂളിനകത്ത് നമ്മൾ ഈ ഡാഷ്ബോർഡിൽ കാണുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 7 ടൈം ഫ്രെയിമിൻ്റെ കോമ്പിനേഷനാണ്. 7 ടൈം ഫ്രെയിമിനെ ടൂള് മനസ്സിലാക്കിയിട്ട് ഏത് സൈഡിലേക്കാണ് കൂടുതൽ പവർ നിൽക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു എൻട്രി പോയിന്റ് പ്രോപ്പറായിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇത് നമ്മളുടെ ടൂളിനകത്ത് ഒരു എൻട്രി കൺസെപ്റ്റ് ആണ്. ഈ എൻട്രി നിങ്ങൾക്ക് അൽഗോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലേർട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അലേർട്ടിൽ പോയി, ഇത് ബാങ്ക് നിഫ്റ്റി ആണല്ലോ കിടക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി, സിമ്പിൾ ബാങ്ക് നിഫ്റ്റി തന്നെ. കണ്ടീഷൻ എന്താണ്? നമ്മളുടെ ടൂളിൻ്റെ പേര് കൊടുക്കണം. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബൈ റെക്കമെൻഡേഷൻ എപ്പോൾ വരുന്നതെന്ന് നമുക്ക് അലേർട്ട് എടുക്കാൻ പറ്റും. അതുപോലെ സെൽ റെക്കമെൻഡേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമ്മളുടെ ബൈ ആണ് പോകുന്നതെങ്കിൽ 5% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അലേർട്ട് എടുക്കാൻ പറ്റും. ദെൻ സെല്ലാണ് പോകുന്നതെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അലേർട്ട് നമുക്കിവിടെ കിട്ടും. ഈ അലേർട്ടാണ് നമ്മൾ വെളിയിലേക്ക് എടുത്തിട്ട് അൽഗോ പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ അൽഗോ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു അൽഗോ പ്ലാറ്റ്ഫോം വരും. നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിൽ ഇത് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഈ ഒരു അഗ്രസീവും ഡിഫെൻസീവും തമ്മിലുള്ള ഡിഫറൻസ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. ഇതെന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഞാൻ ഡിഫെൻസീവ് ഓൺ ആക്കുന്നില്ല. അഗ്രസീവിൽ തന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ നമ്മുടെ ടൂളിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഓക്കെ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് സെറ്റിങ്സിനകത്ത് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത് ഇൻപുട്ട് സെക്ഷനിലാണ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഫസ്റ്റ് തന്നെ നമ്മളുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിങ് ഡേറ്റ ഇൻ ടു പ്രോഫിറ്റ്. നമ്മൾ പ്രോപ്പർ ഡേറ്റ വെച്ചുള്ള കളിയാണ്. നമ്മളുടെ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നത് നമ്മളുടെ ടൂളാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ ബുദ്ധി കാണിച്ച് ഓവർ സ്മാർട്ട് ആക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടും. ഓക്കെ, കാരണം ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ കളിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മളും അതിനകത്ത് വന്ന് ചൂണ്ടയിടുവാണ് നോർമലി. ഓക്കെ, അപ്പോൾ വലിയൊരു കടലാണ്. അതിനകത്ത് തിമിംഗലങ്ങൾ കാണും, സ്രാവുകൾ കാണും, അതിനകത്ത് വേറെ പല പല മീനുകൾ കാണും. അപ്പം ഇതൊക്കെ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നൈസായിട്ട് വന്നിട്ട് ഒരു ബിഗ് മണീസിൻ്റെ മൂവ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ ജസ്റ്റ് നമ്മൾ നിൽക്കുവാണ്. അല്ലാതെ നമ്മൾ ഇവിടെ നിൽക്കുന്നു അതുകൊണ്ട് ഇവിടെ സെല്ല് ഇങ്ങോട്ട് വരണം എന്നുള്ള രീതിയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വരുമ്പം നോർമലി ഒരു 5-6 വർഷം എടുക്കും. അതായത് ഇത് നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി കളിച്ച് ഫീൽ ചെയ്ത് പഠിച്ചു വരാനാണെങ്കിൽ അത്രയും സമയം നിങ്ങൾക്ക് എടുക്കും. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, 100% നിങ്ങൾക്ക് യൂസ് ആകുന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അതിന് താഴെ തന്നെ നിങ്ങൾക്ക് സ്കോർ ബോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഡാഷ്ബോർഡിന് തന്നെയാണ് സ്കോർ ബോർഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന സെല്ല് ബൈ റെക്കമെൻഡേഷൻ ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡ് വേണ്ട എങ്കിൽ ഇവിടെ വന്നിട്ട് ഇതുകൊണ്ട് ഈ ടേബിൾ ഒന്ന് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കോളും. പക്ഷെ അതിനകത്ത് വരുന്ന എൻട്രി എക്സിറ്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും ടൈം ഫ്രെയിമിൻ്റെ കോമ്പിനേഷനിൽ അത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിനെ ലോവർ ടൈം ഫ്രെയിമിനെ എല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് എടുത്തിട്ടാണ് ഇത് തരുന്നത്. ഓക്കെ, നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിനെയും ലോവർ ടൈം ഫ്രെയിമിനെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പം എനിക്കറിയാം 5 മിനിറ്റ് നെഗറ്റീവാണെന്ന് സ്ട്രക്ചർ, 3 മിനിറ്റ് നെഗറ്റീവ് ആണെന്നറിയാം, 1 മിനിറ്റ് നെഗറ്റീവ് ആണെന്നറിയാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇവിടെ നിന്നേ അറിയാം. അതുപോലെ തന്നെ 30 മിനിറ്റിൻ്റെ MTL പോസിറ്റീവ് ആണെന്നറിയാം, 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈൻ റിജക്ഷനാണ് നെഗറ്റീവ് ആണെന്നറിയാം. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ തന്നെ നിന്നുകൊണ്ട് പല കാര്യങ്ങളെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റൈലിൽ പോയിട്ട് ഇതൊന്ന് ജസ്റ്റ് അൺചെക്ക് ചെയ്തേക്കുക. കാര്യം ഇൻഡിക്കേറ്ററിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഈ സൈഡിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊന്ന് ചെയ്തേക്കുക. വീണ്ടും ഇൻപുട്ടിൽ വരിക. പിന്നെ നോർമലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റ് ആൻഡ് ബോട്ടം റൈറ്റ് എന്ന് കാണിക്കും. ഇത് നിങ്ങൾക്ക് മുകളിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ താഴെയും യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നേരെ താഴെ വരും. മൊബൈൽ യൂസേഴ്സിന് ബോട്ടം റൈറ്റ് ആയിരിക്കും നല്ലത്. കാരണം മൊബൈലിനകത്ത് മുകളിൽ തന്നെ ഈ സംഭവം വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, സോ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റ് മോഡാണ്. അതായത് ഇത് സിസ്റ്റം ബേസ്ഡ് മോഡാണ്. അതായത് ടൂളിനകത്ത് തന്നെ ടൂള് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റുകളാണ് ഈ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ വരുന്നത്. ഇതിനെയും നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൻ്റെ സിഗ്നലും നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പം പറയുന്നില്ല. കാരണം സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻട്രാഡേ മോഡെന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ് ടു 15 മിനിറ്റ് വരെ. അപ്പം ഇൻട്രാഡേ മോഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് 15 മിനിറ്റ് വരെയുള്ള ടൈം ഫ്രെയിമിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് 1 മിനിറ്റ് യൂസ് ചെയ്യാം, 2 മിനിറ്റ് യൂസ് ചെയ്യാം, 3 മിനിറ്റ് യൂസ് ചെയ്യാം, 5 മിനിറ്റ് യൂസ് ചെയ്യാം, 10 മിനിറ്റ് യൂസ് ചെയ്യാം. 15 മിനിറ്റിന് താഴെ വരെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെ 15 മിനിറ്റിന് താഴത്തെ ടൈം ഫ്രെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിനകത്ത് എൻട്രി ലൈനും സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ കാണിക്കത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ഇവിടെ ബാലൻസ്ഡ് എൻട്രി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പേര് പോലെ തന്നെ ബാലൻസ്ഡ് ആണ് എൻട്രി. അതായത് ഒരു 10-10 എൻട്രിയാണ്. അതായത്
അതായത് മാർക്കറ്റിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ വരുന്നത്, അവർക്ക് മാർക്കറ്റിൻ്റെ ടോപ്പും പിടിക്കേണ്ട ബോട്ടവും പിടിക്കണ്ട. ഓക്കെ, അവർക്ക് മാർക്കറ്റിൻ്റെ ടോപ്പും വേണ്ട ബോട്ടവും വേണ്ട. അവർ വരുന്നു, അവർക്കൊരു എൻട്രി പോയിന്റ് കിട്ടുന്നു, അവിടെ നിന്ന് അവർ എൻട്രി എടുക്കുന്നു, ജസ്റ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങുന്നു. അവർ വലിയ മിടുക്കന്മാരല്ല. ഞാൻ ഈ ഒരു ബാലൻസ്ഡ് എൻട്രി മോഡ് ഇപ്പം ജസ്റ്റ് നേക്കഡ് ആയിട്ടുള്ള ഈ ചാർട്ട് ഇട്ട് കാണിക്കാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ബാലൻസ്ഡ് എൻട്രി മോഡ് ഇട്ടു. ഓക്കെ, ഇതുകൊണ്ട് ഇവിടെ ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നിരിക്കുന്നുണ്ടോ? അതായത് 2-ാം തീയതിയാണ് ഈ ഒരു എൻട്രി വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ ക്യാൻഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്? ഒരു എൻട്രി പോയിന്റ് കാണും, അതുപോലെ തന്നെ ബൈ റേഞ്ച് കാണും, അല്ലെങ്കിൽ സെൽ റേഞ്ച് കാണും. അതായത് ഒരു കുറച്ച് പോയിന്റ് ബഫർ ഏരിയ ആണത്. ഓക്കെ, ബഫർ സോൺ എന്ന് പറയും. കറക്റ്റ് ഒരു എൻട്രി ലൈൻ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ആ എൻട്രി ലൈനിൽ ഓർഡർ ഇട്ട് വെയിറ്റ് ചെയ്യും. ഇൻ കേസ് ഇവിടെ ബഫർ സോൺ ആണെങ്കിൽ ആ ബഫർ സോണിനകത്ത് വരുമ്പോൾ തന്നെ അവർ ആ ഒരു എൻട്രി ട്രിഗർ ആക്കാൻ വേണ്ടിയുള്ള ഒരു മൈൻഡ് സെറ്റ് അവർ വെച്ചേക്കുന്നു മുമ്പേ തന്നെ. സോ അതുകൊണ്ടാണ് ബഫർ സോൺ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു SL ഉണ്ട്, അതുപോലെ തന്നെ ടാർഗറ്റ് 3 വരും. നമ്മളുടെ ഇനീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ് തന്നെ ഏകദേശം 200 പോയിന്റിനടുത്താണ് വരുന്നത്. സോ നിങ്ങൾ ഓപ്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നോർമലി ഒരു അറ്റ് ദ മണിയോ കുറച്ചൊരു ഔട്ട് ഓഫ് ദ മണിയൊക്കെ ഇട്ട് ട്രേഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 80 to 100 പോയിന്റ് കിട്ടും. ഓക്കെ, ഇതിനകത്ത് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് 200 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബാലൻസ്ഡ് എൻട്രി. പിന്നെ ഒരു എൻട്രി മോഡാണ് ഫാസ്റ്റ് എൻട്രി. ഇത് കുറച്ച് അഗ്രഷനാണ്. അതായത് മാർക്കറ്റിൽ നിങ്ങൾ കുറേ നാൾ ഈ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ടൂളിൻ്റെ പൾസ് മനസ്സിലാവും. ഇത് ഏത് MTL ഏത് സമയത്ത് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ഏത് എൻട്രി എടുക്കാം എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തന്നെ നല്ല നല്ല സെറ്റപ്പുകൾ ഇതിനകത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യും. എനിക്കങ്ങനെ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. അവർ ഇതിനകത്ത് തന്നെ അവരുടെ, അതായത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള എൻട്രി പോയിന്റ്സ് ഒന്നും അല്ലാതെ അവർ വീണ്ടും പോളിഷ് ചെയ്തിട്ട് ഇതിനകത്തൊരു എഡ്ജ് കണ്ടുപിടിച്ചേക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് എൻട്രി ആണ്, കുറച്ച് സ്പീഡാണ് എൻട്രി കാര്യങ്ങളൊക്കെ. പിന്നെ നോക്കിയാൽ സ്കാൽപ്പിംഗ് എൻട്രി മോഡ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാം. അതായത് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റിലൊക്കെ ഈ ഒരു ടൂളിൽ നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് മോഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ സ്വിംഗ് എൻട്രി മോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, കണ്ടില്ലേ? സ്വിംഗ് എൻട്രി മോഡ്, അത് നോക്കിയാൽ എബോവ് 15 മിനിറ്റ് ആണ്, 15 മിനിറ്റിന് മുകളിലേക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്വിംഗ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ എൻട്രി പോയിന്റും കാര്യങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ. അല്ലാതെ സ്വിംഗ് മോഡ് ഇട്ടിട്ട് നിങ്ങൾ 1 മിനിറ്റിലും 2 മിനിറ്റിലുമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ എൻട്രി പോയിന്റ്സും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. ഓക്കെ, പിന്നെ ഒരു എൻട്രി നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ മാനുവലിയാണ് ചെയ്യുന്നതെങ്കിൽ നേരെ ഇതിനെ എടുത്ത് ഹോൾഡിലേക്ക് ഇടുക. അപ്പം കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. അതിന് താഴെ ഇത് കണ്ടോ, ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ RR ലേബൽ. അപ്പം അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻട്രി വന്നത് എവിടെയാണ്? നമുക്ക് ഇവിടെയാണ് എൻട്രി വന്നിരിക്കുന്നത്, ബാലൻസ്ഡ് എൻട്രിയാണ് വന്നിരിക്കുന്നത്. അപ്പം ആ എൻട്രി വന്നത് എവിടെയാണ്? ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതായത് 55,271 എൻട്രി പോയിന്റ് വന്നിരിക്കുന്നത്, അതായത് എൻട്രി പ്രൈസ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കുറച്ച് പോയിന്റ് ബഫർ സോൺ ആണ്. സോ നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ RR ലേബൽ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വിൻഡോ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു എൻട്രി പോയിന്റിൽ എൻട്രി എടുത്തവർക്ക് എത്ര പോയിന്റ് നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഇപ്പം മൂവ് ആയി നിൽക്കുന്നു എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് നോക്കിയേ, ഇപ്പം അതായത് നൗ 386 പോയിന്റ് എൻട്രി പോയിന്റിൽ നിന്നും താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇൻട്ര എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്, RR എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് റിസ്ക് റിവാർഡ് ഇപ്പോൾ 1:2 പോയിന്റ് സംതിങ് ആണ് നിൽക്കുന്നത്. അത് നമുക്ക് നേരെ ഈ ഒരു ഷോർട്ട് പൊസിഷൻ എടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും സെയിം നിങ്ങൾക്കത് കിട്ടും. കണ്ടോ, ഇപ്പം നിൽക്കുന്ന എവിടെയാണ്? ഈ ഒരു പ്രൈസ് ആണ് നിൽക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, 2.69 ഇവിടെ വന്നിരിക്കുന്നുണ്ടോ? ഈ സെയിം സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ടൂള് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നോളും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇതൊന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് എത്ര പോയിൻ്റാണ് നിൽക്കുന്നത്, എന്താണ് റിസ്ക് റിവാർഡ് എന്നൊക്കെ നമ്മളെ ഇൻഫോം ചെയ്തുകൊണ്ടേയിരിക്കും ഈ സാധനം. ഓക്കെ, അപ്പോൾ എൻട്രി മോഡ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതുണ്ടല്ലോ. അതായത് ഓരോ എൻട്രി മോഡിൻ്റെ റീസൺ എന്താണെന്നുള്ളത് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ എടുത്തിട്ട് നേരെ ഹോൾഡിൽ തട്ടുവാണ്. ഈ RR ലേബൽ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്തു. അപ്പോൾ എല്ലാം പോകും, കണ്ടോണം.
അപ്പോൾ ഓട്ടോ പൈലറ്റ് മോഡ് കഴിഞ്ഞു. അതിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ബേസ്ഡ് ട്രേഡിംഗ് മെത്തേഡ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇത് പല സെക്ഷനാണ്. ഇതൊരു സെക്ഷനാണ്, ഓട്ടോ പൈലറ്റ് മോഡ് ഒരു സെക്ഷനാണ്. ഇനി സിസ്റ്റം ബേസ്ഡ് ട്രേഡിംഗ് മെത്തേഡിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടം വരെ. ഓക്കെ, ഇവിടം വരെ അതാണ്. അപ്പം നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, സിസ്റ്റം ബേസ്ഡ് ട്രേഡിംഗ് മെത്തേഡിനകത്തെ ബേസ് സ്ട്രക്ചർ ഓൺ ആക്കി. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാർലൈൻ സപ്പോർട്ട് വേവ് അതും ഓൺ ആക്കി. അപ്പോൾ ഈ സംഭവം ഇട്ടപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി, മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്നും എങ്ങോട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, നമ്മുടെ ഈ ടൂളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് കൺസെപ്റ്റാണ് MTL സ്ട്രക്ചറും സ്റ്റാർ ലൈനും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മുകളിലത്തെ ഈ ഒരു MTLനെ നമുക്ക് മേജർ MTL എന്നാണ് പറയുന്നത്. മേജർ MTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ട്രെൻഡ് ലൈൻ. ഓക്കെ, മേജർ MTL എന്നാണ് പറയുന്നത്. ഈ മിഡിലിൽ വരുന്നത് മൈനർ MTL ആണ്. ഓക്കെ, മേജർ MTLും മൈനർ MTLും നോർമലി ബിയറിഷ് മാർക്കറ്റിൽ മുകളിലായിരിക്കും എപ്പോഴും മേജർ MTL ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ താഴെയായിരിക്കും മൈനർ MTL നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ പിന്നെ ഒരു ചെറിയൊരു MTL നമുക്ക് ഇതിനകത്തുണ്ട്. ഇത് ഒരു ലോവർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അത് നിങ്ങൾ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരുമ്പം മനസ്സിലാകും. അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക, ഇത് മേജർ MTL, ഇത് മൈനർ MTL. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഡൈനാമിക് ആയിട്ട് നമ്മളുടെ കൂടെ വരുന്ന ഈ ആവറേജ് ലൈനാണ് നമ്മളുടെ സ്റ്റാർ ലൈൻ. ഓക്കെ, സ്റ്റാർ ലൈനൊക്കെ വളരെ പവർഫുൾ ആയിട്ട് വരുന്നൊരു സന്ദർഭം വരും. അതിനെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പല കാര്യങ്ങളും നന്നായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ സെറ്റപ്പിനെ നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് എടുത്തു വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ അതിനകത്ത് അതിനെ ജസ്റ്റ് ഒന്ന് മാസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേജർ MTL എന്ന് പറയുന്നത് താഴെയാണ്. ഓക്കെ, മൈനർ MTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിലാണ്. പിന്നെ ഏറ്റവും ചെറിയൊരു MTL ഉണ്ട്, പിന്നെ സ്റ്റാർ ലൈൻ ഉണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ട്രെൻഡ്, അതായത് നമ്മൾ ചില സമയത്ത് ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോൾ പറയും മെയിൻ ട്രെൻഡ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിന്ന് പോസിറ്റീവ് ആണ് നോക്കുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ മെയിൻ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? മെയിൻ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മളുടെ മെയിൻ MTLുമായിട്ട് അലൈൻ ആയിരിക്കും. ഓക്കെ, മെയിൻ MTLുമായിട്ട് അലൈൻ ആയിരിക്കും. അതായത് മുകളിലേക്ക് പോകുമ്പം നമ്മളുടെ താഴത്തെ MTLുമായിട്ടായിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് അലൈൻ ആകുന്നത്. അതുപോലെ തന്നെ സെൽ സൈഡിലേക്ക് നിൽക്കുമ്പോൾ മേജർ MTL, അതായത് മുകളിലത്തെ MTLുമായിട്ടായിരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് കളറ് അലൈൻ ആകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ മെയിൻ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ വേറൊരു ട്രെൻഡ് കൂടെയും ഇൻവോൾവ്ഡ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ട്രെൻഡ് പോസിറ്റീവ് ആണ്. ഓക്കെ, ബട്ട് ഇവിടെ നോക്കി, ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ക്ലിയർ അല്ലേ? അതായത് മെയിൻ ട്രെൻഡ് പോസിറ്റീവ് ആണ്, ബട്ട് ഇവിടെ ഈ MTL ഈ റേഞ്ച് മുതൽ നെഗറ്റീവ് ആണ്. അതായത് മൈനർ MTL നെഗറ്റീവ് ആകാൻ തുടങ്ങി. 50-50 ആയിരിക്കും അവിടെ പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ, കാരണം മെയിൻ MTL പോസിറ്റീവ് ആണ്, ബട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ മൈനർ MTL നെഗറ്റീവായി തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പം ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട് ട്രെൻഡ് ചേഞ്ച് ആകാനുള്ള. അതായത് ഇവിടെ നിന്ന് ഇപ്പം ഈ ബുള്ളിഷ് ട്രെൻഡ് മുകളിലേക്ക് പോയി, ദെൻ ഇവിടെ നമുക്ക് ഒരു ബിയറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ആകാനുള്ള പ്രോബബിലിറ്റി ഇവിടെ നിന്ന് ഉണ്ട്. ഓക്കെ, ഇത് വൺസ് വന്നു കഴിഞ്ഞാൽ അടുത്ത പുൾ ബാക്കിൽ സ്റ്റാർ ലൈന് റിജക്ഷൻ എടുത്ത് താഴേക്ക് പോരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഈ റിജക്ഷനിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ട്രെൻഡിൽ കൺഫ്യൂഷൻ വരുന്ന സ്ഥലം, അതായത് ഒരു MTL പോസിറ്റീവും ഒരു MTL നെഗറ്റീവും ആകുന്ന സ്ഥലങ്ങൾ നോർമലി ഒരു 50-50 ചാൻസ് ഉള്ള ഏരിയ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇപ്പം നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ വിഷയം വരത്തില്ല. അതായത് ഇപ്പോൾ 15 മിനിറ്റിൻ്റെ ഒരു സ്റ്റാർ ലൈൻ ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് മീൻ വേർഷൻ ഏരിയ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ MTL, അതായത് മെയിൻ ഡിമാൻഡ് സോൺ ഇതിലെ പോകുന്നുണ്ടെങ്കിൽ നോർമലി എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് സെല്ല് പോകേണ്ട കാര്യമില്ല. വീണ്ടും നമുക്ക്
മുകളിലേക്ക് തന്നെയുള്ള എൻട്രി നോക്കാം. കാരണം ഒരു ഹയർ ടൈം ഫ്രെയിം അവിടെ അലൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് വീണ്ടും ഈ ഒരു പ്രോബബിലിറ്റി, അതായത് ഇവിടെ നിന്ന് സെല്ല് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ആ പ്രോബബിലിറ്റീനെ നമുക്ക് തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും മെയിൻ ട്രെൻഡിൻ്റെ ദിശയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. അതായത് മെയിൻ ട്രെൻഡ് ഏതാണ്? ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഉള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഏരിയയിൽ സെയിം തന്നെയല്ല നടന്നിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് സെല്ല് നടന്നു. ഓക്കെ, ഇവിടെ സൈഡ് വേസ് ആയിരുന്നു. നോർമലി ഞാൻ പറഞ്ഞ സെയിം കണ്ടീഷൻ നോക്കിയേ, മുകളിൽ സെല്ലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ മെയിൻ എം ടി എല്ലിൽ നെഗറ്റീവിലാണ്, ബാക്ക്ഗ്രൗണ്ട് കളറും മെയിൻ ട്രെൻഡൊക്കെ നെഗറ്റീവ് നിൽക്കുകയാണ്. ബട്ട് താഴത്തെ എം ടി എൽ പോസിറ്റീവാണ്. സോ ഇവിടെ നോക്കിയേ, കംപ്ലീറ്റ് ആയിട്ട് ആ സമയം എന്താണ്, സൈഡ് വേസിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, താഴെ നിന്ന് സപ്പോർട്ട്, മേളിൽ നിന്ന് റെസിസ്റ്റൻസ്, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് വൺസ് ഇവിടെ ചേഞ്ച് ആയി കഴിഞ്ഞപ്പോൾ പടാന്നായിരുന്നു പിന്നെ ഫോള്. ഓക്കെ, നേരെ ഫോള് വന്ന് എവിടം വരെ പോയി? കണ്ടിന്യൂ ആയിട്ട് രണ്ട് എം ടിയിലും അലയനായി നേരെ താഴം വരെ വന്നു. അത് കഴിഞ്ഞ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിലിൽ ഇവിടെ നിന്ന് പ്രൈസ് ചേഞ്ച് ആയി. മെയിൻ ട്രെൻഡ് ഇവിടെയാണ് ചേഞ്ച് ആകുന്നത് അല്ലേ, ഈ ഏരിയ മുതലാണ് ചേഞ്ച് ആകുന്നത്. പക്ഷേ കൺഫ്യൂഷൻ എവിടെ മുതൽ ക്രിയേറ്റ് ആയി, അല്ലെങ്കിൽ 50-50 ചാൻസ് എവിടെ മുതൽ ക്രിയേറ്റ് ആയി? ഈ ക്യാൻഡിൽ മുതൽ ക്രിയേറ്റ് ആയി. കാരണം ഈ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞപ്പോൾ തന്നെ മൈനർ എം ടിയിൽ പോസിറ്റീവും മേജർ എം ടിയിൽ നെഗറ്റീവും വന്നു. സോ അവിടെ എന്താണ്, 50-50 ചാൻസ് വന്നു. നമ്മൾ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് അലൈൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഏരിയനെ വരെ യൂട്ടിലൈസ് ചെയ്യാം ബൈ ആയിട്ട്. ഓക്കെ, അതായത് മൈനർ എം ടിയിൽ പോസിറ്റീവ് ആയ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം സപ്പോർട്ട്, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഏതെങ്കിലും സ്റ്റാർ ലൈനോ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഏതെങ്കിലും എം ടി എൽ സോണോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ആകാതെ, അതായത് കംപ്ലീറ്റ് ട്രെൻഡ് ചേഞ്ച് ആകാതെ തന്നെ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രി എടുത്ത് മുകളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. സംഭവം മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കുക. ഇനി അടുത്ത സെറ്റിങ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ ഈ ബേസ് സ്ട്രക്ചറിനകത്ത് തന്നെ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ മോഡ് നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അഗ്രസീവും കാണാം, ഡിഫെൻസീവും കാണാം. ഓക്കെ, ഇപ്പം ഈ ടൂള് കിടക്കുന്നത് അഗ്രസീവ് മോഡിലാണ്. ഓക്കെ, അതായത് ടൂളിൻ്റെ പേരിൽ വരുന്ന അഗ്രസീവ് ഡിഫെൻസീവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന്. അത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾ മറ്റേ വീഡിയോയിൽ നോക്കി മനസ്സിലാക്കുക. ഈ ടൂളിൻ്റെ സെറ്റിങ്സിനകത്ത് വന്നിരിക്കുന്ന അഗ്രസീവ് ഡിഫെൻസീവ് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൺഫ്യൂഷൻ വരുന്ന ഏരിയ ഒന്നും നമുക്കൊരു വിഷയമല്ല. ഓക്കെ, അതായത് ഇവിടെ കൺഫ്യൂഷൻ ഉടലെടുത്തു, അതായത് ഒരു ട്രെൻഡ് പോസിറ്റീവും ഒരു ട്രെൻഡ് നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഇത് കൺഫ്യൂസ്ഡ് ഏരിയ ആണ്, ഇവിടെ 50-50 ആണ് ചാൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ഏരിയ ആണല്ലോ, 50-50 ആണ് ചാൻസ്. അതുപോലെ തന്നെ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും 50-50 ചാൻസ് ഉള്ള ഏരിയ വന്നു, ഇവിടെയും നമുക്ക് 50-50 ചാൻസ് ഉള്ള ഏരിയ വന്നു. ഓക്കെ, അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ നമ്മളിപ്പോൾ ഒരു സെല്ലാണ് നിൽക്കുന്നതെങ്കിൽ, നോർമലി ഒരു സെൽ സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രൈസ് ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് മാറാം. ഓക്കെ, കാരണം അവിടെ കൺഫ്യൂഷൻ വന്നല്ലോ, രണ്ട് ട്രെൻഡാണ് അവിടെ നമുക്ക് ഇൻഫോം ചെയ്യുന്നത്. അതായത് ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവുമാണെന്ന് പറയുകയാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ട്രേഡേഴ്സിനൊക്കെ നോർമലി ആ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഇറങ്ങി മാറാൻ പറ്റും. ഓക്കെ, അല്ലാത്ത ട്രേഡേഴ്സിന് മെയിൻ ആയിട്ടുള്ള ട്രെൻഡിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഓക്കെ, അതായത് മെയിൻ ട്രെൻഡിൻ്റെ ഡയറക്ഷൻ സെല്ലാണെങ്കിൽ ഈവൻ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻ ഉടലെടുക്കുമ്പോൾ കൂടിയും അതിനെ മൈൻഡ് ചെയ്യാതെ വീണ്ടും നമ്മൾ മെയിൻ ട്രെൻഡിൽ മാത്രം നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ അഗ്രസീവ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഈ അഗ്രസീവ് നമ്മൾ ഇട്ടപ്പം കംപ്ലീറ്റ് ആയിട്ട് മെയിൻ ട്രെൻഡിൻ്റെ ഡയറക്ഷനിലാണ് എല്ലാം കിടക്കുന്നത്. ഓക്കെ, അതായത് അതിനിടയ്ക്ക് രണ്ട് ട്രെൻഡ് വരുന്ന സ്ഥലത്തൊന്നും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല, നമുക്കതൊരു വിഷയമല്ല. നമുക്ക് ഏതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? അതായത് മെയിൻ ട്രെൻഡിനെയാണ് ഫോളോ ചെയ്ത് നമ്മൾ പോകുന്നത്. അതായത് മെയിൻ ട്രെൻഡ് ഏതാണ്? ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നതാണ് മെയിൻ ട്രെൻഡ്. ഓക്കെ, അതാണ് അഗ്രസീവ് മോഡിൽ നമ്മൾ ഇടുമ്പം നമുക്ക് ബാക്കി ടൂള് കാണിച്ചു തരുന്ന ഇൻഫർമേഷൻസ്. അതേസമയം നിങ്ങൾ അഗ്രസീവിനെ മാറ്റിയിട്ട് ഡിഫെൻസീവിൽ നിട്ട് നോക്കിയേ, ഇത് കണ്ടോ, എവിടെയൊക്കെ കൺഫ്യൂഷൻ വന്നോ അവിടെയെല്ലാം ഒരു ഗ്രേ കളറിലെ ഏരിയ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ
ഇറങ്ങി മാറാൻ പറയുവാണ് ആ ഏരിയയിൽ. കൂടുതൽ ഗുസ്തി നിങ്ങൾ അവിടെ കാണിക്കണ്ട, അവിടെ കൺഫ്യൂസ്ഡ് ഏരിയ ആയിട്ടുണ്ട്, അവിടെ നിങ്ങൾ ഇറങ്ങി മാറിക്കോ. ഇതാണ് ഇവൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇവിടെ നമ്മൾ ബൈ പോയി, ഓക്കെ, പ്രൈസ് നേരെ തിരിച്ച് വന്നു, MTLE വന്നു. MTLE വരുന്നവരെ നമുക്ക് ബൈ ചെയ്യാം. അതിനകത്തും കുറേ കാര്യങ്ങളുണ്ട്, ഏത് MTLE ബൈ പോകണം, ഏത് MTLE ബൈ പോകണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നോർമലി ഇവിടെ വന്നു, നിങ്ങൾ ഇവിടുന്ന് ബൈ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്തു. ഈ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മൈനർ MTL നെഗറ്റീവായി. അപ്പോൾ എന്താണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറ് എന്താ കാണിച്ചിരിക്കുന്നത്, ന്യൂട്രലി വന്നു. അതായത് 50-50 ചാൻസി വന്നു. നമ്മളോട് പറഞ്ഞു ഇവിടെ റിസ്ക് എടുക്കേണ്ടാത്തവർക്ക് ഈ ഏരിയയിൽ ഇറങ്ങി മാറാന്നുള്ള ഇൻഫർമേഷൻ തന്നു. അതായത് കൺഫ്യൂസ്ഡ് ഉള്ള ട്രെൻഡ് ഏരിയകളെല്ലാം ഈ ഒരു കളറിലായിരിക്കും നമുക്ക് കാണിക്കുന്നത്, ഡിഫൻസീവ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഇതുണ്ട് ഇവിടെ നമുക്ക് ഡിഫൻസീവ് മോഡ് ഇട്ടപ്പോൾ ഇവിടെ നിന്ന് ഈ ഏരിയ വരെ നമുക്ക് കൺഫ്യൂസ്ഡ് ഏരിയ ആണ്. സോ അവിടെ നമുക്ക് ട്രേഡ് ചെയ്യേണ്ട, നോ ട്രേഡിംഗ് സോൺ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സെല്ല് ചെയ്താണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ ഏരിയ വരുമ്പോൾ തന്നെ, ഈ ക്യാൻഡിൽ ഫോം ആകുമ്പോൾ തന്നെ ഇറങ്ങി മാറാൻ പറഞ്ഞു. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങി മാറാനുള്ള സ്ഥലമുണ്ട്. അത് നമുക്ക് സ്റ്റാർ ലൈനെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഞാൻ പറയാം. ഇവിടെ നോക്കിയേ, സെയിം ആണ്. ഈ ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ ബൈയും പോകണ്ട സെല്ലും പോകണ്ടെന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി, ആഷ് കളറിൽ കാണിച്ചു, അല്ലെങ്കിൽ ഗ്രേ കളറിൽ കാണിച്ചു, നമ്മളെ സേഫ് സോണിലേക്ക് മാറ്റി. ഓക്കെ, അഗ്രസീവിൽ ഇട്ട് കഴിഞ്ഞാൽ അവരിത് മൈൻഡ് ചെയ്യുന്നില്ല, അവർ കുറച്ചുകൂടി അഡ്വാൻസ് ആയിരിക്കും. കാരണം അവർ വീണ്ടും ട്രെൻഡിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പഠിച്ചവരായിരിക്കും അഡ്വാൻസ് ഇട്ടിട്ട് കൊണ്ടുപോകുന്നത്. നോർമലി ഡിഫൻസീവ് ഇട്ട് ചെയ്യുന്നവർ എന്താണ് പിന്നെ ചെയ്യേണ്ടത്, വൺസ് വീണ്ടും ഈ സംഭവം നെഗറ്റീവ് ആകുമ്പോൾ അടുത്ത എൻട്രി എടുക്കുക, എന്നിട്ട് ആ ട്രെൻഡിൻ്റെ അലൈൻമെൻറ്റിൽ തന്നെ പ്രോപ്പറായിട്ട് പോവുക. കൺഫ്യൂഷൻ വരുന്ന ഏരിയയിൽ നിങ്ങൾ മാറി നിൽക്കുക. ഇത്രേ ഉള്ളൂ ഇതിനകത്തെ ഉദ്ദേശം. അപ്പം നിങ്ങൾ ഓപ്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അത് ബാങ്ക് നിഫ്റ്റി ആയിക്കൊള്ളട്ടെ, നിഫ്റ്റി ആയിക്കൊള്ളട്ടെ, ഫിൻ നിഫ്റ്റി ആയിക്കൊള്ളട്ടെ, സെൻസെക്സ് ആയിക്കൊള്ളട്ടെ, ബാങ്ക് എക്സ് ആയിക്കൊള്ളട്ടെ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ടൂളിനെ യൂസ് ചെയ്യാം. പക്ഷേ ഓപ്ഷനിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അറ്റ്ലീസ്റ്റ് ഓപ്ഷനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഡിഫൻസീവ് ഇട്ടിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഡിഫൻസീവാണ് എടുക്കുന്നത്. കുറച്ച് എന്താണ് നോക്കിയും കണ്ടും ട്രേഡ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പായിട്ടാണ് ഡിഫൻസീവിനെ നമ്മൾ കാണുന്നത്. ഞാൻ പൊതുവെ അഗ്രസീവ് ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യാറ്. ഓക്കെ, അതിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, സെലക്ട് ബാർ കളർ ടൈപ്പ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് POI എന്ന് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം ക്യാൻഡിൽ കളറാണ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു 4 ടൈപ്പുള്ള ക്യാൻഡിൽ കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് പുൾ ബാക്ക് എന്നൊരു സംഭവം ഭയങ്കര പേടിയായിരിക്കും. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ പ്രൈസ് ഇന്നത്തെ ദിവസം തന്നെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഞാനിവിടെ ഒരു എൻട്രിയാണ് ഇനീഷ്യേറ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന എൻട്രി നമുക്ക് എവിടെയാണ്, ഇതിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് എൻട്രി എടുക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞൊരു യെല്ലോ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഓണാക്കി കാണിക്കാം. പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇതുണ്ടോ, ഇവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ്, ഒരു ഫോള് തന്നു, അത് കഴിഞ്ഞിട്ട് ഈ പോകുന്ന മൂവ്മെൻറ്റ് കണ്ടോ, ഈ 3-4 ക്യാൻഡിൽ ഗ്രീൻ ആയപ്പോൾ തന്നെ അവർ പേടിച്ച് ഒന്നെങ്കിൽ ഈ പൊസിഷന് ഇവിടെ തന്നെ എക്സിറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് അവർ നിൽക്കത്തേ ഇല്ല. അവരെന്താണ്, പേടിയാണ്. അതായത് പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി കയറി മുകളിലോട്ട് പോകുമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ ഒരിക്കലും മാർക്കറ്റ് പോകത്തില്ല. നിങ്ങൾ ആ ട്രെൻഡിൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നു, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈക്കിള് നടക്കുന്നതെന്നുള്ള കാര്യം അതിനകത്ത് ഞാൻ ഇൻഫോം ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നോർമലി മാർക്കറ്റ് പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുൾ ബാക്ക് ആയിരിക്കും. നോർമലി ഇവിടെ നോക്കിയേ, ഈ മൂവ്മെൻറ്റ് വന്നു, പുൾ ബാക്ക് എടുത്തു, വീണ്ടും ഫോളായി, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ തന്നെ ആൾക്കാർ പേടിച്ചു തുടങ്ങും. അതായത് അവരിപ്പോൾ ഒരു 100 രൂപയുടെ ഓപ്ഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അത് 150 ഇവിടെ തിരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ 120 ആവും. അവരതിനെ അവിടെ എക്സിറ്റ് ചെയ്ത് കളയും. വീണ്ടും ബൗൺസ് ബാക്ക് മൂവ്മെൻറ്റ് താഴേക്ക്, അല്ലെങ്കിൽ താഴേക്ക് വീണ്ടും ബ്രേക്ക് ആകുമ്പോൾ ആ 100 രൂപയുടെ ഓപ്ഷൻ മേ ബി അത് 200-300 പോകേണ്ട സാധനമായിരിക്കും, അവരിവിടെ തന്നെ പേടിച്ച് കളയും. അപ്പോൾ അത് ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സിനകത്തൊരു പേടി വരും. അതുപോലെ തന്നെ ബൈ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ റെഡ് ക്യാൻഡിൽസ് ഫോം ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പേടി വരും. പുൾ ബാക്ക് ഇത് താഴേക്ക് പൊട്ടിച്ചുകൊണ്ട് പോരുമോ എന്നുള്ളൊരു പേടി വരും. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു, ഒരു പുൾ ബാക്ക് വന്നു, സെയിം ആണ്, പ്രൈസ് മുകളിലേക്ക് പോരുന്നു, ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോം ആയപ്പോൾ തന്നെ പുൾ ബാക്ക് ആണിത്. ഈ പുൾ ബാക്കിൽ എന്താണ്,
ആൾക്കാർ ചിന്തിക്കും ഇനി ഇത് ഇങ്ങനെ ഇടിച്ചു കുത്തി താഴോട്ട് പോരുമോന്ന്, അല്ലെ? അങ്ങനെയുള്ള ഭയം ആക്ച്വലി വരുന്നതിൻ്റെ റീസൺ നമുക്കത് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ ആ ഒരു ഇമോഷനെ നമുക്ക് മാറ്റാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ആ ഒരു ക്യാൻഡിൽ കളറിൻ്റെ കൺസെപ്റ്റ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇതുണ്ടോ, മേജർ സ്ട്രക്ചർ ബേസ്ഡ് ബാർ കളർ. അതായത് മേജർ സ്ട്രക്ചർ, മുകളിലത്തെ MTLൻ്റെ ബേസ് ആണ് ഈ ബാർ കളർ വരുന്നത്. അത് ഞാൻ ഇട്ടപ്പോൾ കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് എൻട്രി വന്നു കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ക്യാൻഡിലും റെഡ് ആയിരിക്കും കാണിക്കുന്നത്. അവിടെ പുൾ ബാക്ക് ക്യാൻഡിൽ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ക്യാൻഡിൽസ് വന്ന് നമ്മളെ പേടിപ്പിക്കുന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പോസിറ്റീവ് ക്യാൻഡിലാണോ അതെന്നുള്ള കാര്യം. കാരണം അതിൻ്റെ വിക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് ആക്ച്വലി നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് നമ്മളുടെ മേജർ MTL ബേസ് ഉള്ള ക്യാൻഡിൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മൈനർ MTL ബേസ്ഡ് ക്യാൻഡിലും സെറ്റ് ചെയ്യാം. ഓക്കെ, അതായത് മിഡിൽ MTLനെ നിങ്ങൾ ഒരു ട്രെൻഡിൻ്റെ ഡയറക്ഷൻ ആക്കി കഴിഞ്ഞാൽ ആ MTLൻ്റെ ബേസ് ആയിട്ട് കൂടി നിങ്ങൾക്ക് ക്യാൻഡിൽസിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് കണ്ടോ, ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് കണ്ടിന്യൂ ആയിട്ട് സെൽ സൈഡിലാണ് നിൽക്കുന്നത്. പ്രോപ്പറായിട്ട് സെൽ സൈഡിൽ വന്നു. നമ്മൾ ഇവിടെ ഈ മൈനർ MTLൻ്റെ ബേസ് ഉള്ള ക്യാൻഡിലിനെ ഇട്ട് കഴിഞ്ഞാൽ മൈനർ MTL എവിടെ പോസിറ്റീവ് ആകുന്നോ ആ സമയത്ത് ക്യാൻഡിൽസ് നിങ്ങൾക്ക് ഗ്രീൻ കാണിക്കും. അതുപോലെ തന്നെ മൈനർ MTL എവിടെ നെഗറ്റീവ് ആകുന്നോ അവിടെ നിങ്ങൾക്ക് ക്യാൻഡിൽസ് നെഗറ്റീവ് കാണിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എവിടെയാണെന്നറിയോ, നിങ്ങൾ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു പൾസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ ഇതിനകത്ത് നിങ്ങളുടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കൺസെപ്റ്റാണ് കേട്ടോ. ഈ ഒരു എൻട്രി മോഡ് ആയിരിക്കും നിങ്ങൾക്ക് ഫാസ്റ്റ് എൻട്രിയിൽ കിട്ടുന്നത്. മൈനർ MTLൻ്റെ ബേസിലാണ് നമ്മളെ ഫാസ്റ്റ് എൻട്രി മോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഞാൻ ഫാസ്റ്റ് എൻട്രി മോഡ് ഇട്ട് കാണിക്കുമ്പം അവിടെ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം മേജർ MTLൻ്റെ കളർ ബേസ്ഡ് ഇട്ട് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ട്രെൻഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും ക്യാൻഡിൽസ് മൂവ് ചെയ്യുന്നത്. മൈനർ MTL ഇട്ട് കഴിഞ്ഞാൽ മൈനർ MTLൻ്റെ ഡയറക്ഷനിലായിരിക്കും ക്യാൻഡിൽസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, മൈനർ MTLും മേജർ MTLും നമുക്ക് എൻട്രി മോഡിനകത്ത് വരുന്ന കാര്യമാണ്. ഏത് എൻട്രി മോഡ്? സിസ്റ്റമാറ്റിക് എൻട്രി ഇല്ലേ, ഓട്ടോ പൈലറ്റ് മോഡ്, അതിനകത്ത് വരുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു മോഡുള്ളത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ കളറാണ്. ഇത് വളരെ ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ നോർമലി ഇടുന്ന ഒരു കൺസെപ്റ്റാണ്. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ക്യാൻഡിലാണോ നമ്മളുടെ മേജർ MTLനെ ടച്ച് ചെയ്യുന്നത് ആ ക്യാൻഡിലൊക്കെ നമുക്ക് യെല്ലോ കളറിലെ ക്യാൻഡിലായിട്ട് കാണിക്കും. അപ്പോൾ എന്താണ്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയ ആണത് നമുക്ക്. അതായത് ബിഗ് മണീസ് ഇൻവോൾവ് ആകുന്ന ഏരിയ ആണ് അങ്ങനെയുള്ള ഏരിയാസ്. സോ നമുക്കതിനെ പ്രോപ്പറായിട്ട് യെല്ലോ കളറിൽ കാണിച്ചു തരും. നമുക്കപ്പോൾ അവിടെ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നിങ്ങൾ എങ്ങനെ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാം? ആസ് സൂൺ ആസ് ക്യാൻഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അത് മാനുവൽ എൻട്രിയിൽ വരുന്നതാണ് കേട്ടോ, അതൊക്കെ ഞാൻ പറയാം. അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഫോം ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫോം ആയി കഴിഞ്ഞാൽ ആ ക്യാൻഡിലിൻ്റെ ഹൈ ലോയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അടുത്ത ക്യാൻഡിൽ ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയയ്ക്ക് അകത്തേക്ക് വരുമ്പം നിങ്ങൾ വീണ്ടും സെല്ലെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് ആസ് സൂൺ ആസ് ഈ ഒരു ക്യാൻഡിൽ MTL ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെ പൊക്കും. വളരെ റെയർ കേസിൽ മാത്രമേ ഉള്ളൂ MTL നിന്ന് പൊട്ടിച്ച് മേലോട്ട് കയറി പോകത്തുള്ളൂ. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം ഒരു ട്രെൻഡ് ഒരു സ്ട്രെച്ച് കഴിഞ്ഞ് നിൽക്കുന്നു, അപ്പം വീണ്ടും MTLലേക്ക് വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ കാണും. ഓക്കെ, സാധാരണ നിങ്ങളിപ്പം ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് തന്നെ, ഇപ്പം നോർമലി ഒരു സപ്ലൈ സോൺ ഉണ്ട്. ഓക്കെ, നോർമലി ഒരു സപ്ലൈ ഉണ്ട്, ഒരു ഡിമാൻഡും ഉണ്ടെന്ന് ഓർക്കുക. പ്രൈസ് കുറേ നേരം റെസിസ്റ്റൻസിൽ ടെസ്റ്റ് ചെയ്യുമ്പം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമല്ലോ. അതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് വരുന്നത്, ഇവിടെയുള്ള ഓർഡർ എടുക്കുന്നു, വീണ്ടും സെല്ല് നടക്കുന്നു, അടുത്ത പ്രാവശ്യം ചെല്ലുന്നു, വീണ്ടും സെല്ല് നടക്കുന്നു, അതായത് വീണ്ടും മുകളിൽ നിന്നുള്ള ഓർഡർ എടുത്ത് താഴേക്ക് വരുന്നു. അങ്ങനെ ഇവിടുത്തെ ഓർഡർ കംപ്ലീറ്റ് ആയി കഴിയുമ്പം, അതായത് ഇവിടെ വേറെ ഓർഡർ ഒന്നും ഇല്ലാതെ വരുമ്പം പ്രൈസ് എന്ത് ചെയ്യും? അടുത്ത ഓർഡർ പിടിക്കാൻ വേണ്ടി മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കും. ഓക്കെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. സെയിം കാര്യം തന്നെയാണ് താഴേക്കും. ഓക്കെ, അപ്പം മാർക്കറ്റിലൊരു വലിയ സ്ട്രെച്ച് നടന്നു കഴിയുമ്പം അത് MTLലേക്ക് വീണ്ടും തിരിച്ച് കറങ്ങി തിരിഞ്ഞ് വരുമ്പം
മേ ബി എം ടി എൽ ബ്രേക്ക് ആകാനുള്ള ചാൻസ് കാണും. അപ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണതിന്. ഓക്കെ, അതിന് ഹൈ ടൈം ഫ്രെയിം നമ്മളിലുണ്ട്. മാത്രമല്ല നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡും ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏത് ക്യാൻഡിലാണ് എം ടി എൽ ടച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഈ ഒരു എം ടി എല്ലിൻ്റെ മുകളിലേക്ക് പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2-3 ക്യാൻഡിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാൻഡിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എക്സിറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിവാർഡ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര വലുതായിരിക്കും. അതായത് എൻട്രി എടുക്കുന്ന പോയിന്റ് വളരെ ലീസ്റ്റ് ഏരിയയിലായതുകൊണ്ട് തന്നെ നമുക്ക് എസ് എൽ നോർമലും അല്ലെങ്കിൽ വളരെ ചെറുതും ടാർഗറ്റ് നോർമലി വലിയ ടാർഗറ്റുമായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഡിഫൻസീവ് മോഡ് ബാർ കളർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതായത് നമ്മൾ ഡിഫൻസീവ് മോഡ് മുകളിൽ ഇട്ടായിരുന്നല്ലോ. ഡിഫൻസീവ് മോഡ് ഇട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ട്രെൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ, അല്ലെങ്കിൽ 50-50% വരാൻ ചാൻസ് ഉള്ള ഏരിയയിൽ ആഷ് കളറാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് സെയിം ആ ഒരു മെത്തേഡിലുള്ള ക്യാൻഡിൽസ് വരണം. നോർമലി സെല്ല് നടക്കുമ്പോൾ നമുക്ക് സെല്ല് കാണിക്കണം. ഡിഫൻസീവ് ഏരിയ, അതായത് 50-50% ഏരിയ വരുമ്പം ആഷ് കളറും കാണിക്കണം. ബാക്കി ബുള്ളിഷ് ആണെങ്കിൽ ഗ്രീൻ കാണിക്കണം. എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു മോഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി അറിയാൻ സാധിക്കും. ഇതുണ്ടോ, ഇവിടെ സെല്ല് നടന്നു. ഓക്കെ, സെല്ല് വരുന്നു, ഡിഫൻസീവ് ഏരിയ വന്നു. അതായത് 50-50 കൺഫ്യൂസ്ഡ് ഏരിയയിൽ വന്നപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ക്യാൻഡിലിൻ്റെ കളറ് ഗ്രേ ആയി. വീണ്ടും സെല്ല് നടക്കുന്നു, കണ്ടിന്യൂവേഷൻ ബാക്കി കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നു. വീണ്ടും നോക്കി കൺഫ്യൂസ്ഡ് ഉള്ള ഏരിയ, അതായത് രണ്ട് ട്രെൻഡ് വന്ന ഏരിയയിലെല്ലാം ഡിഫൻസീവ് ആക്കി, നമ്മളെ കുറച്ച് പ്രൊട്ടക്റ്റഡ് ആക്കി. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് ഈ ഡിഫൻസീവ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കൺഫ്യൂസ്ഡ് ഉള്ള ഏരിയയിലെല്ലാം ആ കളറുമായിട്ടുള്ള ക്യാൻഡിൽസ് ആണ്, ആ കളറുമായിട്ട് അലൈൻ ആയിട്ടുള്ള ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു? ഞാൻ ഇതിനകത്ത് നോർമലി പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ ആണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പോൾ അത് ഡിപ്പെൻഡ് ആണ്, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് എൻട്രീസിലാണ് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് കളർ ക്യാൻഡിൽസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആ പോർഷൻ ഒന്ന് കാണുക, നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, ഇതെല്ലാം ഒന്നും ഓൺ ചെയ്തല്ല നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ഓരോ ട്രേഡേഴ്സിൻ്റെ ടെമ്പർമെൻ്റ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇനി അതിന് താഴെ ഇവിടെ നോക്കിയാൽ സ്റ്റാർ ലൈൻ സപ്പോർട്ട് വേവ് ആണ്. അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സെലക്ട് ബാർ കളർ ടൈപ്പ്, അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ, ഇത് രണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റാർ ലൈൻ ബേസ്ഡ് ബാർ കളർ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റാർ ലൈൻ്റെ ബേസ് ആയിട്ടുള്ള ബാർ കളർ വേണം. അതായത് ഇപ്പം നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? മെയിൻ എം ടി എല്ലിൻ്റെ ബേസ് വരുന്ന ബാർ കളറ്, മൈനർ എം ടി എല്ലിൻ്റെ രീതിയിൽ വരുന്ന ബാർ കളറ്, അതുപോലെ തന്നെ വേറെന്താണ്, ഡിഫൻസീവ് മോഡിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ബാർ കളർ പഠിച്ചു, അല്ലെങ്കിൽ അത് കണ്ടു. അടുത്തത് സ്റ്റാർ ലൈൻ ബേസ്ഡ് ബാർ കളർ. അത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാർ ലൈനിൻ്റെ ട്രെൻഡ് അനുസരിച്ചുള്ള ബാർ കളർ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ സ്റ്റാർ ലൈൻ്റെ ബേസ്ഡുള്ള കളർ ഇട്ടപ്പോൾ സ്റ്റാർ ലൈൻ നെഗറ്റീവ് ആയപ്പോൾ തന്നെ ക്യാൻഡിൽസ് നമുക്ക് നെഗറ്റീവായി തുടങ്ങി. അതുപോലെ തന്നെ സ്റ്റാർ ലൈൻ പോസിറ്റീവ് ആയപ്പോൾ ക്യാൻഡിൽ പോസിറ്റീവ്. സെയിം കാര്യം തന്നെയാണ്, സ്റ്റാർ ലൈൻ അനുസരിച്ചുള്ള ട്രെൻഡാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാം. ഇത് ആക്ച്വലി നമ്മുടെ സ്കാൽപ്പിംഗ് എൻട്രി ആയിട്ട് അലൈൻ ആയിട്ട് വരുന്ന കൺസെപ്റ്റാണ്. ഓക്കെ, സ്റ്റാർ ലൈൻ. അപ്പം അടുത്തത് സ്റ്റാർ ലൈനകത്ത് തന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ ഉണ്ട്. അതായത് സ്റ്റാർ ലൈനിലേക്ക് ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ, അല്ലെങ്കിൽ സ്റ്റാർ ലൈനിൽ പുൾ ബാക്ക് എടുത്ത് പോയി മുട്ടുന്ന ക്യാൻഡിൽ നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണിക്കും. അതായത് ഒരു സെല്ലിംഗ് ട്രെൻഡ് നടക്കുന്നു, അതിൽ പ്രൈസും താഴേക്ക് വരുന്നു, തിരിച്ച് കയറി ചെന്നിട്ട് ഫസ്റ്റ് പുൾ ബാക്ക് എടുക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് സ്റ്റാർ ലൈൻ. അപ്പോൾ സ്റ്റാർ ലൈനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ ആയിട്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്
ചെറിയ സ്കാൾപ്പിംഗ് ഒക്കെ പോലത്തെ എൻട്രീസ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. മെയിനായിട്ട് ഇത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് സ്റ്റാർ ലൈൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഹയർ ടൈം ഫ്രെയിമിലാണ്. 30 മിനിറ്റും 50 മിനിറ്റിലേക്കാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് മെയിനായിട്ടുള്ള ട്രെൻഡും അതുപോലെ തന്നെ ആ മീൻ റിവേർഷൻ ഏരിയ ഒക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നത്. ഓക്കെ, അത് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നോർമലി എം ടി എല്ലിൽ ടച്ച് ചെയ്യുന്ന ചില ക്യാൻഡിൽസ് നമുക്ക് യെല്ലോ കാണിക്കുന്നില്ലെന്ന്. അതിനർത്ഥം അവർ സ്റ്റാർ ലൈൻ്റെ POI കൂടെ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഓൺ ആക്കിയിട്ടേക്കുന്നതുകൊണ്ട് എം ടി എല്ലിലും സ്റ്റാർ ലൈനിലും ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽസ് നിങ്ങൾക്ക് ലൈറ്റ് ബ്ലൂ ആയിട്ട് തന്നെയുള്ളൂ കാണിക്കത്തുള്ളൂ. എം ടി എല്ലിൽ മാത്രം ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽസ് ആയിരിക്കും അവിടെ യെല്ലോ ആയിട്ട് കാണിക്കുന്നത്. സംഭവം മനസ്സിലായോ? ഇപ്പോൾ ഈ ക്യാൻഡിൽ തന്നെ ഇപ്പോൾ യെല്ലോ അല്ലേ, ഈ ക്യാൻഡിൽ തന്നെ സ്റ്റാർ ലൈനിൽ കൂടെ ടച്ച് ചെയ്യുകയായിരുന്നെങ്കിൽ നോർമലി ഈ ക്യാൻഡിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ ആയിട്ടേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നോർമലി അത് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യും ഹയർ ടൈം ഫ്രെയിമിന് വേണ്ടി സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡറിനെ ഓൺ ചെയ്യാം. ഇത് കണ്ടോ, സ്റ്റോപ്പ് ലോസ് ഓർഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ് ആക്ച്വലി? ഇതൊന്നുമല്ല, നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ ഓർഡേഴ്സാണ്. ഓക്കെ, കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സപ്ലൈ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക എവിടെയെങ്കിലും. ഓക്കെ, അതുപോലെ തന്നെ താഴെ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നോർമലി നമ്മൾ ഒരു എൻട്രി എടുക്കുമ്പം ഈ ഒരു സപ്ലൈ എന്നാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ, ഇവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നമ്മൾ നോർമലി ആരുടെ സ്റ്റോപ്പ് ലോസിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? അതായത് ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുവാണല്ലോ, ഈ സെല്ല് നമ്മൾ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കണമല്ലോ. ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് നമ്മളുടെ നിന്ന് ആരെങ്കിലും മേടിച്ചാലല്ലേ നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള ഏരിയ ആരുടെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബൈ ചെയ്ത് അല്ലെങ്കിൽ ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ എവിടെയാണ്, ആ ഏരിയയിലേക്കാണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. എന്നാലല്ലേ നമ്മൾ ഈ സെല്ല് ചെയ്ത സാധനം താഴെ വരുമ്പോൾ ആൾക്കാർ മേടിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ എന്താണ്, ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ സെല്ലേഴ്സ് ആകുമ്പം നോർമലി സെല്ല് ചെയ്യുമ്പം നേരെ ബയ്യേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബൈ ചെയ്യുമ്പം ഇവിടെ നിന്ന് നമ്മൾ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ സാധനം വിൽക്കണമല്ലോ, എവിടെയെങ്കിലും പോയിട്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കണം. അതായത് സെല്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർ എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ അവരിലേക്ക് നമുക്ക് ഈ സാധനത്തിനെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ സെയിം സാധനം ഞാൻ ഇതിലും കുറച്ചുകൂടെയും ക്ലിയർ ആയിട്ട് ആ ട്രെൻഡിൻ്റെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ തംബ്നെയിൽ ഇവിടെ കൊടുക്കാം, അതൊന്ന് ജസ്റ്റ് പോയി കണ്ട് മനസ്സിലാക്കുക. ഇതുകൊണ്ട് ഈ റൈറ്റ് സൈഡിൽ നോക്കിയേ, ഇവിടെ നിന്നൊരു സെല്ല് വന്നു രാവിലെ അല്ലേ, ഇവിടെ നിന്നൊരു സെല്ല് വന്നു. ഈ സെല്ല് വന്നത് എവിടെയാണ് നിന്നത്? ഈ ഏരിയയിലാണ് നിന്നത്. ഇവിടെ നിന്ന് പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നിന്ന് ആരോ മാർക്കറ്റിനെ ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു 5-6 ക്യാൻഡിൽ വീണ്ടും MTL വരെ കയറി പോയിരിക്കുന്നത് അല്ലേ. ഈ ബയ്യേഴ്സ് ഇവിടെ എങ്ങനെയായിരിക്കും ആക്ച്വലി വന്നിട്ടുണ്ടാവുക? പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സപ്പോർട്ടിൻ്റെ ബേസിലായിരിക്കും അവിടെ ബൈ നടന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ബയ്യേഴ്സ് ഇവിടെ വന്നുകൊണ്ട് തന്നെ ഇവരിവിടുന്ന് ബൈ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്കൊരു സ്റ്റോപ്പ് ലോസ് വേണമല്ലോ. മനസ്സിലായോ? ഇവർ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റോപ്പ് ലോസ് ബൈ ചെയ്യുന്ന ഏരിയയുടെ താഴെ ആയിരിക്കുമല്ലോ വരുന്നത് നോർമലി. ഓക്കെ, അങ്ങനെയാകുമ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നോർമലി ഈ ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉടനെ ആയിരിക്കണം. ഇവിടെ നിന്ന് എൻട്രി എടുക്കുമ്പം, നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടുള്ള എൻട്രി എടുക്കുമ്പം ടാർഗറ്റ് ചെയ്യേണ്ടത് ഇവന്മാരെ ആയിരിക്കണം. കാരണം ഇവിടെ നിന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഡർ സെല്ല് ചെയ്യുന്ന സാധനം വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നവന്മാർ ഇവിടെയാണ്. അതായത് ഇവിടെ നിന്ന് ബൈ ചെയ്തവന്മാരുടെ ഓർഡേഴ്സ് വീണ്ടും ഇവിടെ തന്നെ കാണും. അവന്മാരെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ട്രെൻഡുമായിട്ട് അലൈൻ ചെയ്ത് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ചില സമയത്ത് നിങ്ങൾ നെഗറ്റീവ് സൈഡിൽ നിൽക്കുമ്പം ചിലപ്പോൾ മുകളിലായിരിക്കും ഒരു SL ഓർഡർ കിടക്കുന്നത്. അപ്പം ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണം. 15 മിനിറ്റും 30 മിനിറ്റൊക്കെ എങ്ങോട്ടാണ് നിൽക്കുന്നതെന്നും ഓവറോൾ ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എങ്ങോട്ടാണെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മളുടെ ഈ ഒരു മീൻ റിവേർഷൻ അനുസരിച്ച് 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുകൂടി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള ട്രെൻഡ് മനസ്സിലാക്കി പിന്നെ നിങ്ങൾ 5 മിനിറ്റോ 3 മിനിറ്റോ ഇട്ട് കഴിഞ്ഞാൽ
ഈ ടൈം ഫ്രെയിമിൽ, അതായത് നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ടൈം ഫ്രെയിമിലുള്ള SL ഓർഡർ പിടിച്ച് നിങ്ങൾ പോന്നാൽ മതി. ഇതല്ലാതെ നിങ്ങൾ വേറെ രീതിയിലുള്ള ഒരു കൺഫ്യൂഷനും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് ഇവിടെ നോക്കിയേ, ഇവിടെ ബയ്യേഴ്സ് പ്രോപ്പറായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും ക്യാൻഡിൽ മുകളിലേക്ക് കയറി പോയിരിക്കുന്നത്. സോ ഇത് പ്രീവിയസ് ആയിട്ടൊരു ഡിമാൻഡ് ഏരിയ ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണ് കയറിപ്പോയിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തു, നമ്മളുടെ 15 മിനിറ്റിന്റെ സ്റ്റാർ ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് മുകൾ വഴി. സോ നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ MTL സോണിൽ നിന്ന് സെല്ല് പൊക്കും. കാരണം നമ്മൾ സെൽ സൈഡിലേക്കാണ് നിൽക്കുന്നത്, നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ആരെ ടാർഗറ്റ് ചെയ്യും, ഇവിടെ നിന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരെ പിടിപ്പിക്കും നമ്മളുടെ ഓർഡർ. ഓക്കെ, അതായത് താഴെ കിടക്കുന്ന ഓർഡറിനെ തൂക്കാൻ വേണ്ടി നമ്മൾ വരും. അപ്പോൾ ഈ ഓർഡർ എപ്പോൾ കാണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ക്യാൻഡിൽ ഫോം ആകുന്ന സമയം തന്നെ നിങ്ങൾക്ക് ഈ ഓർഡർ ഇങ്ങനെ കാണിച്ചു തുടങ്ങും. ഓക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഈ മൂവ്മെന്റിനെ മൊത്തം കൊണ്ടുപോകാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തു, നോർമലി ഈ ഏരിയയിൽ എൻട്രി എടുത്തു, മാനുവലി ഉള്ള കാര്യം പറയുന്നത്, ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് 5 മിനിറ്റ് അല്ലേ, നേരെ 1 മിനിറ്റിൽ ഷിഫ്റ്റ് ചെയ്യുക. 1 മിനിറ്റിൽ എപ്പോൾ പോസിറ്റീവ് വരുന്നോ അപ്പോഴുള്ളൂ ഞാൻ ഇറങ്ങത്തുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം വെക്കുക. അവിടെ പോസിറ്റീവ് വരാത്ത പക്ഷേ നിങ്ങൾക്ക് ആ ട്രെൻഡിനെ റൈഡ് ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ് ആകുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലായിരിക്കുമല്ലോ നമ്മൾ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. സോ ആ ട്രെൻഡ് നമുക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ട്രെൻഡ് ആക്ച്വലി നമ്മൾ റൈഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ബയ്യേഴ്സ് വന്നിട്ടുണ്ടോ, പുൾ ബാക്കുകൾ നടക്കുന്നുണ്ട് മുകളിലേക്ക്, ആ ബയ്യേഴ്സിനെ തന്നെ ബ്രേക്ക് ചെയ്ത്, അതായത് അവരുടെ SL എടുത്തെടുത്താണ് താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇനി ലാസ്റ്റ് ഒരു SL എടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇത്രയും വലിയ മൂവ്മെന്റ് പോയത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു വലിയ ഏരിയയിൽ നിന്നാണ്, കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് പോയിരിക്കുന്നത്. സോ പ്രൈസ് കൺഫേം ആയിട്ട് ഈ ഏരിയ വരെ വരും. മനസ്സിലായില്ലേ? അപ്പം സ്റ്റോപ്പ് ലോസ് ഓർഡറിനെ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്. ഇവിടെ നോക്കിയേ, അതുപോലെ തന്നെ ബയ്യേഴ്സിന്റെ കാര്യം കാണിക്കാം. നോർമലി ഇതുണ്ടോ, ഇവിടെ സെല്ലേഴ്സ് അറ്റാക്ക് ചെയ്തു അല്ലേ, ഇവിടെ സെല്ലേഴ്സ് അറ്റാക്ക് ചെയ്തു. കാരണം എന്താണ്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി ഇവിടെ നിന്ന് പ്രോപ്പർ സെല്ലിങ് നടക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മളുടെ ട്രെൻഡ് കാര്യങ്ങളെല്ലാം മുകളിലേക്കാണ് നിൽക്കുന്നത്. 15 മിനിറ്റ് ഒക്കെ ഇവിടെ പോസിറ്റീവാണ്. നമ്മൾ MTL ഏരിയയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആരെയാണ് പിടിക്കേണ്ടത്, ആദ്യം പിടിക്കേണ്ട ആരെയാണ്, ഇവന്മാരെയാണ് പിടിക്കേണ്ടത്. ഓക്കെ, ഇവന്മാരെ വേണം പിടിക്കാൻ. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു പുൾ ബാക്ക് കിട്ടി, നേരെ അടുത്ത ഈ ഏരിയനെ പൊക്കുക. ഇതിപ്പോൾ 5 മിനിറ്റിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഇൻ കേസ് ഈ 5 മിനിറ്റിൽ MTLലേക്ക് വന്നില്ല, പക്ഷേ 3 മിനിറ്റിന് MTL കറക്റ്റായിട്ട് അപ്രോച്ച് ആയി. അപ്പോൾ അതിനെ നിങ്ങൾക്ക് 5 മിനിറ്റിൽ നിന്നുകൊണ്ട് തന്നെ 3 മിനിറ്റിൻ്റെ MTL എവിടെയാണെന്ന് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൻ്റെയോ ലോവർ ടൈം ഫ്രെയിമിൻ്റെയോ ഒക്കെ MTLലും അതുപോലെ തന്നെ ആ ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഏത് ചാർട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ട്രേഡിംഗ് ടൈം ഫ്രെയിം ഇപ്പോൾ 3 മിനിറ്റ് ആണെന്ന് വെച്ചോ, നിങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ ഇൻഫർമേഷൻ വേണം. 15 മിനിറ്റിൻ്റെ ഈ ഒരു ഇൻഫർമേഷൻ അല്ല ഞാൻ പറയുന്നത്, ഈ മുകളിലുള്ള ഇൻഫർമേഷൻ അല്ല. പ്രോപ്പറായിട്ട് MTL വാല്യൂ എവിടെയാണ് നിൽക്കുന്നത്, സ്റ്റാർ ലൈൻ്റെ വാല്യൂ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണം. അതിന് നിങ്ങൾക്ക് IHSD എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇതിനകത്ത് തന്നെയുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യാൻ പറ്റും. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് തന്നെ വലിയ ടൈം ഫ്രെയിമിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടെയും SL ഓർഡർ മുകളിൽ തന്നു, ഇവന്മാരെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. MTLനകത്തേക്ക് വന്നു. ഈ പ്രൈസ് നോർമലി 3 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ MTL ടച്ച് ആയി കാണും. ഓക്കെ, ഇവന്മാരെ ടാർഗറ്റ് ചെയ്തു, അങ്ങനെ ഇത് മുകളിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, SL ഓർഡർ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി എന്താണ് ചെയ്യേണ്ടത്, ക്യാൻഡിൽ MTLലേക്ക് വരുമ്പം നമ്മൾ ബൈക്കുള്ള പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത്. നോർമലി ആരെ ടാർഗറ്റ് ചെയ്യാൻ, ഇവന്മാരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മൾ പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള സപ്ലൈ സോൺ ഡിമാൻഡ് സോൺ കൂടെയും ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ടൂളിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങളിത് മാനുവലി ഒന്നും വരച്ചിടേണ്ട കാര്യമില്ല, അതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ അങ്ങനെയുള്ള ഏരിയയിൽ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ എല്ലായ്പ്പോഴും അങ്ങനെ നടക്കത്തില്ല. മേജറായിട്ടുള്ള സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡിൽ നിന്നും പ്രൈസ് തിരിയുന്ന ചില ഏരിയകൾ കാണും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. മാത്രമല്ല ഇതിനകത്ത് പ്രൈസ് ആക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ടൂളിനകത്ത് തന്നെ പ്രൈസ് ആക്ഷൻ ഇൻബിൽറ്റ് ആണ് ഓൾറെഡി. മാത്രമല്ല നിങ്ങൾ വേറൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പം
MTL നിന്ന് ഒരു എൻട്രി ഫസ്റ്റ് പോയി ഒരു സ്ട്രെച്ച് വളരെ വേഗത്തിൽ മുകളിലേക്ക് പോയി. ഓക്കെ, MTL വളരെ ദൂരത്തിലാണ് കിടക്കുന്നത്. വീണ്ടും ഇത് ഇറങ്ങി വന്ന് ഈ ഏരിയ വരെ വന്നിട്ട് പുൾ ബാക്ക് എടുത്ത് വീണ്ടും കയറി പോകുന്നുള്ള എക്സ്പെക്റ്റേഷൻ വെക്കരുത്. കാരണം ഒരു സ്ട്രെച്ച് ഓൾറെഡി നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ സൈഡ് വേസിലേക്ക് വരാനുള്ള ചാൻസ് നോർമലി കാണും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ട്രെച്ച് നടന്നില്ല എങ്കിൽ, അതായത് ചെറിയൊരു മൂവ്മെൻറ്റാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ചെറിയ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് ഒരു 100-100 പോയിന്റിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ചെറിയൊരു മൂവ്മെൻറ്റാണ് നടന്നിരിക്കുന്നതെങ്കിൽ വരുന്ന പുൾ ബാക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് എൻട്രി കിട്ടും MTL നിന്ന്. ഒരിക്കലും വലിയൊരു സ്ട്രെച്ച് നടന്നു കഴിഞ്ഞിട്ട് ഇത് തിരിച്ചിറങ്ങി വരുമ്പം MTL നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കുന്നതിന് പകരം അത് ഇറങ്ങി വരുന്നത് ഏതെങ്കിലും സപ്ലൈ എന്നാണോ എന്ന് മാത്രം നോക്കണം. അല്ലെങ്കിൽ ഒരു വലിയ സെല്ല് നടന്നിട്ട് തിരിച്ച് കയറി പോരുമ്പോൾ MTL നിന്ന് വീണ്ടും സെല്ലെടുക്കാതെ ഈ കയറിപ്പോരുന്നത് ഡിമാൻഡിൽ നിന്നാണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം SL ഓർഡറിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താണ്? ഷോ മൾട്ടി സ്റ്റാർ ലൈൻ ഏരിയ. അപ്പോൾ കഴിഞ്ഞ ആ ട്രെൻഡിൻ്റെ വീഡിയോയിൽ മീൻ റിവേർഷൻ തിയറിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു മൾട്ടി സ്റ്റാർ ലൈൻ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് കണ്ടോ, ഇപ്പോൾ 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനിൽ നിന്നാണ് ടച്ച് ചെയ്തിട്ട് പ്രൈസ് രാവിലെ ഡ്രോപ്പ് ആയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ 15 മിനിറ്റിൻ്റെ താഴേക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടാണ് ഒരു ഫോള് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ 15 മിനിറ്റിൻ്റെ ഏരിയ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ ഏരിയ എന്താണ്? 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനിൻ്റെ മേളിൽ കൊണ്ട് ഞാൻ പ്രൈസ് വെച്ചു 54,956 നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ്. എക്സാക്റ്റ് അല്ല, 1-2 പോയിന്റ് വ്യത്യാസം വരും. ഇനി ഞാൻ നേരെ 5 മിനിറ്റിൽ പോകുന്നു. 5 മിനിറ്റിൽ നോക്കി നിങ്ങൾ 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈൻ എവിടെയുണ്ട്. അതായത് പ്രൈസ് വീണ്ടും ഇവിടുന്ന് കയറി വന്നു കഴിഞ്ഞാൽ വീണ്ടും താഴേക്കുള്ള മൂവ്മെൻറ്റ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. സെയിം ആ ട്രെൻഡിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു പോർഷൻ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെയും ക്ലിയർ ആവും. ഓക്കെ, ഇവിടെ 15 മിനിറ്റിൻ്റെ ഏരിയ ഉണ്ടല്ലോ, വീണ്ടും പ്രൈസ് കയറി വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് റിജക്ഷൻ എടുത്ത് താഴേക്ക് പോരും. നമ്മളിപ്പോൾ 15 മിനിറ്റിൽ പോയി നോക്കി വരച്ച് വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെ നോക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അറിയണം 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനും 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനും 1 അവറിൻ്റെയൊക്കെ എവിടെയാണ്. അതിന് നിങ്ങൾ ആ മൾട്ടി സ്റ്റാർ ലൈൻ ഏരിയ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇവിടെ കാണിക്കും. കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈന് ഒരു ഡോട്ട് കാണിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി നിങ്ങൾക്ക് 15 മിനിറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട്. 30 മിനിറ്റ് മുകളിലുണ്ട്. അതായത് ഇവൻ എത്രയൊക്കെ മുകളിലേക്ക് പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാലും വീണ്ടും ഡ്രോപ്പ് ആകാനുള്ള ചാൻസ് ഇവിടെ ഉണ്ടെന്നാണ് അവന്മാരത് കാണിച്ചു തരുന്നത്. ഏറ്റവും മുകളിലാണ് 1 അവറിൻ്റെ സ്റ്റാർ ലൈൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് മാനുവലി പോയി നോക്കേണ്ട കാര്യം വരുന്നില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ ഒരു ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഇത് വളരെ പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റാണ്. ഞാനൊക്കെ ഇത് ആദ്യം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ടൈം ഫ്രെയിമിൽ പോയി നോക്കും. 5 മിനിറ്റിൽ എന്താണ് സെല്ല് നിൽക്കുന്നത്, ഇനി പുൾ ബാക്ക് എടുത്ത് എവിടം വരെ വരാൻ ചാൻസ് ഉണ്ട്? 15 മിനിറ്റ് വരെ. അപ്പോൾ 15 മിനിറ്റ് ഷിഫ്റ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ 30 മിനിറ്റിൽ പോയി നോക്കണം. ഇതൊക്കെ നോക്കണമെന്നപ്പം ഇപ്പം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന ഏതാണോ ടൈം ഫ്രെയിം, ആ ടൈം ഫ്രെയിമിൽ എല്ലാ സംഭവം വെച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് വിളമ്പി കഴിച്ചാൽ മാത്രം മതി. ആ രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് ഡിമാൻഡ്. ഓക്കെ, ക്ലോസിംഗ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും എല്ലാ ദിവസത്തെ മാർക്കറ്റ് ക്ലോസിംഗ് വരുന്ന പ്രൈസ് റേഞ്ച് അടുത്ത ദിവസം സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡായിട്ട് വർക്കാവും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിംഗ് ഇതാണ്. ഈ ക്ലോസിംഗ് പ്രൈസ് ഡിമാൻഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ്, അതായത് ഓപ്പൺ ആൻഡ് ക്ലോസിങ്ങിൻ്റെ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ്, അതിപ്പോൾ ഇൻ കേസ് ഇവിടെ ഉണ്ടെങ്കിൽ അത് MTL ഒക്കെ ആയിട്ട് കണക്റ്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് കണ്ണു അടച്ച് നല്ലൊരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും അവിടെ ആണല്ലോ. ഇതുകൊണ്ട് ഇവിടെ നോക്കി ലാസ്റ്റത്തെ ക്ലോസിംഗ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലോസിംഗ് പീരീഡിൽ ആ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് അടുത്ത ദിവസം സപ്പോർട്ടായിട്ട് മാറിയത് കണ്ടോ. അത് നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ആ ടൈം ഫ്രെയിം അനുസരിച്ചായിരിക്കും ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ
കാണിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മളുടെ MTL നമ്മളുടെ സെറ്റപ്പായിട്ട് ഇതുകൂടെ അലൈൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ പവർ അവിടെ കിട്ടുവാണ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എഡ്ജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിനുവേണ്ടിയാണ് ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇൻസൈഡ് ക്യാൻഡിൽ ബാറാണ്. ഇൻസൈഡ് ക്യാൻഡിൽ ബാർ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഇൻസൈഡ് ക്യാൻഡിൽ ബാർ കാണാൻ സാധിക്കും. ഒന്ന് ഓൾ ISBC, അതായത് എല്ലാ ഇൻസൈഡ് ക്യാൻഡിൽ ബാറും. ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആയി, ആ ക്യാൻഡിലിനകത്ത് വേറൊരു ക്യാൻഡിൽ ഫോം ആവുന്നു. അതാണല്ലോ ഇൻസൈഡ് ക്യാൻഡിൽ ബാർ. ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയി, ഇതിനകത്ത് ഇതിൻ്റെ ലോയോ ഹൈയോ ബ്രേക്ക് ചെയ്യാതെ ഇതിനകത്ത് ഒരു ക്യാൻഡിൽ ഫോം ആവുന്നു. ഇപ്പോൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആണെന്ന് വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്യാൻഡിൽ ഗ്രീനോ റെഡോ ആയിക്കൊള്ളട്ടെ, അത് വിഷയമല്ല, അത് ഇൻസൈഡ് ക്യാൻഡിൽ ബാർ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ഓൾ ISBC കൊടുത്തിരിക്കുന്നത്. ഓൾ ISBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ ഇൻസൈഡ് ക്യാൻഡിൽ ബാറും ഒരു സെപ്പറേറ്റ് കളർ ക്യാൻഡിലായിട്ട് നമുക്ക് കാണിച്ചു തരും. ഞാൻ ഇടാം. ഓൾ ISBC ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇൻസൈഡ് ക്യാൻഡിൽ ബാർ വന്നു. ഓക്കെ, ഇവിടെ ഒരു സെൽ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഈ ക്യാൻഡിലിൻ്റെ ലോയും ഹൈയും കട്ട് ചെയ്യാതെ അതിനകത്ത് അടുത്തൊരു ക്യാൻഡിൽ വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ അതിനെ നമുക്ക് ഇൻസൈഡ് ക്യാൻഡിൽ ബാർ എന്ന് പറയാം. അപ്പം ഇത് ഇത് റെഡാണ് ആക്ച്വലി ഈ ക്യാൻഡിൽ. ഇതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ, അതായത് മദർ ക്യാൻഡിൽ റെഡാണ്, അല്ലെങ്കിൽ ബിയറിഷ് ക്യാൻഡിലാണ്. അതിനകത്ത് ബേബി ക്യാൻഡിലും ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് അതൊരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ കൂടി, അതായത് ബേബി ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ കൂടിയും നമുക്ക് ഓൾ ISBC ഇടുമ്പം നമുക്ക് കാണിച്ചു തരും അത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് കളറിലെ ഇൻസൈഡ് ക്യാൻഡിൽ കളർ മതിയെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ഫോമായി. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ഫോമായി. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ബാർ പോസിറ്റീവ് ആയിരിക്കരുത്, നെഗറ്റീവ് ആയിരുന്നാൽ മാത്രം എനിക്ക് കാണിച്ചു തന്നാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് കളറിലെ ISBC എന്നുള്ള സംഭവം ഓണാക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഏത് ക്യാൻഡിലാണോ മദർ ക്യാൻഡിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിൽ ബാർ ആയിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ അത് പിന്നെ കാണിച്ചു തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ക്യാൻഡിൽ ബാർ നമ്മൾ എന്തിനാണ് ടൂളിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നിങ്ങൾക്ക് ഇൻസൈഡ് ക്യാൻഡിൽ ബാർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസൈഡ് ക്യാൻഡിൽ ബാർ ഇപ്പോൾ 5 മിനിറ്റിനകത്താണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നു. ഓക്കെ, 5 മിനിറ്റ് വന്നു, അടുത്തൊരു ക്യാൻഡിൽ ഇതിനകത്ത് നിന്നു. ഈ സെയിം സംഭവം നമ്മൾ 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ഇവിടെ കാണും, ബാക്കി 4 ക്യാൻഡിൽ കൺസോളിഡേഷൻ നടത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്താണ്, നോർമലി കൺസോളിഡേഷൻ നടന്നു കഴിയുമ്പോൾ മാർക്കറ്റിൽ എന്താണ് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ, ഇതിലേതെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇൻസൈഡ് ക്യാൻഡിൽ ബാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും നന്നായിട്ട് വർക്ക് ആകുന്നത് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ ആണ്. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റിൽ നമ്മൾ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ബാർ കണ്ടു. ഇതൊരു മദർ ക്യാൻഡിലാണ്, ഇതിനകത്ത് ഒരു ക്യാൻഡിൽ ഫോമായി. അപ്പോൾ ഇതിനർത്ഥം എന്താണ്, നമ്മൾ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ നോക്കുമ്പോൾ, ഇപ്പോൾ 1 മിനിറ്റിലാണെങ്കിൽ ഒരു ക്യാൻഡിൽ വന്നു, ഇതിനകത്ത് തന്നെ അടുത്ത 10-13 ക്യാൻഡിൽ വന്നിരിക്കുക. അപ്പം അത്രയും നേരം ഇത് സൈഡ് വൈസ് ആയി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വിഷ്വലി കാണിച്ചു തരുവാണ് ഇവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ബാർ ഉണ്ട്, സോ ഇങ്ങനെ നടക്കാനുള്ള ചാൻസ് ഇല്ലാതില്ല എന്ന്. സംഭവം മനസ്സിലായോ? അപ്പം അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കുക. നല്ല കൺസെപ്റ്റാണ് അതും. ഓക്കെ, ഇൻസൈഡ് ക്യാൻഡിൽ ബാറിനകത്ത് കളറ് ഒരു ഡീപ്പായിട്ടുള്ള ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. പിന്നെ അടുത്തത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഓക്കെ, ഇതുണ്ടോ, IHSD എന്ന് പറയും. IHSD ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഹയർ ടൈം ഫ്രെയിമിൻ്റെ MTL സോണാണിത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൻ്റെ മേജർ MTLും മൈനർ MTLിൻ്റെ സോണ് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൻ്റെ സോണ് നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ കൊണ്ടുചെല്ലാൻ പറ്റും. ഓക്കെ, അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് 15 മിനിറ്റിൻ്റെ MTL എവിടെയാണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, 15 മിനിറ്റിൻ്റെ MTL നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവലി നമ്മൾ പോയി നോക്കുവാണ്. 15 മിനിറ്റിൻ്റെ MTL എവിടെയാണ് കിടക്കുന്നത്? ഒന്ന് ഇവിടെയാണ് കിടക്കുന്നത്, മൈനർ MTL ഇവിടെയാണ് കിടക്കുന്നത്, മേജർ MTL ഇവിടെയാണ് കിടക്കുന്നത്. നമുക്കറിയാം ഇതിനി കയറി വന്നു കഴിഞ്ഞാലും വീണ്ടും ഈ ഏരിയയിൽ നിന്ന് വീണ്ടും റിജക്ഷൻ എടുത്ത് പോരും അല്ലേ?
ഇത് റിജക്ഷൻ എടുത്ത് പോരും അൺടിൽ അൺലെസ് ഇത് കയറി പോകുന്നത് സപ്പോർട്ടിൽ നിന്നല്ലെങ്കിൽ. ഓക്കെ, സോ ഇവിടുന്ന് പോരുമല്ലോ. അപ്പം നമ്മൾ ചെറിയ MTL എവിടെയാണ് കിടക്കുന്നത്? ചെറിയ 3 മിനിറ്റ് അനുസരിച്ചുള്ള ടൈം ഫ്രെയിമിനകത്ത് അല്ലെങ്കിൽ 5 മിനിറ്റ് അനുസരിച്ചുള്ള ടൈം ഫ്രെയിമിനകത്ത് നമ്മളുടെ MTL ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞാലും, അതായത് 5 മിനിറ്റോ 3 മിനിറ്റോ ഇവിടെ ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞാലും വീണ്ടും ഇത് കയറി ചെല്ലുന്ന നെഗറ്റീവ് സോണിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ പുലിയുടെ മടയിലോട്ടാണെങ്കിൽ വീണ്ടും ഇവൻ ഇവിടുന്ന് താഴോട്ട് ഇവനെ തൂക്കി അടിക്കും. ഓക്കെ, അപ്പം വീണ്ടും ഹൈ ടൈം ഫ്രെയിമിൽ താഴോട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ട്രെൻഡിൻ്റെ വീഡിയോക്കകത്ത് ഈ കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ആ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ വേണം. ഇപ്പം അതായത് നമ്മളിപ്പോൾ 5 മിനിറ്റിലാണല്ലോ ഇവിടെ നിൽക്കുന്നത് അല്ലേ? ഇത് മേജർ MTL, ഇത് മൈനർ MTL. പ്രൈസ് ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടുന്ന് ബൈ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പം അതായത് നമ്മളിപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ നിന്ന് കളിക്കുമ്പോൾ നമുക്ക് വേറെ സംഭവം ഒന്നും അറിയത്തില്ല. അതായത് ഒരു പൊട്ടക്കിണറ്റിലെ തവള പോലെ ആയിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ അതിലും വലിയൊരു സാധനം നിപ്പുണ്ട്. 15 മിനിറ്റിൻ്റെ നെഗറ്റീവ് MTL സോണാണ്. അപ്പോൾ പ്രൈസ് നമ്മളിവിടുന്ന് കയറി ബൈക്ക് പോയി കഴിഞ്ഞാലും വീണ്ടും ഇവിടുന്ന് സെല്ല് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഞാനിപ്പോൾ 15 മിനിറ്റ് കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൻ്റെ വേണമെങ്കിലും MTLനെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞപ്പം അവിടെ നമുക്ക് ഒരു ഹിഡൻ ആയിട്ടുള്ള സപ്ലൈ സോണ് കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, സെയിം സംഭവം തന്നെ. ഇത് നമ്മൾ 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ MTLൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അതിനെ കാണാൻ പറ്റും. കണ്ടോ, 15 മിനിറ്റിൻ്റെ MTLൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സെയിം സാധനം നമ്മൾ 3 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം മാറി 3 മിനിറ്റിൽ നമ്മൾ നോർമൽ ചാർട്ട് അനുസരിച്ച് വന്നു. ബട്ട് ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു ബൈ കണ്ടീഷൻ നമുക്ക് ഇവിടെ എല്ലാം അപ്രൂവ് ആയി വന്നു. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ബൈ വന്നു. MTLനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുള്ള പ്രോപ്പർ എക്സ്പെക്റ്റേഷൻ കിട്ടി, പ്രോപ്പറായിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് MTLനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയേക്കാമെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഡിമാൻഡ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്തു. നമുക്ക് ടാർഗറ്റ് എവിടം വരെ ചെയ്യാം? വീണ്ടും ടാർഗറ്റ് നമുക്ക് ഇതിനകത്ത് ഈ MTLോ അല്ലെങ്കിൽ ഈ മുകളിലത്തെ MTLോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഈ IHSD ലെവലായിട്ട് നിങ്ങൾ ഇടുമ്പം നിങ്ങൾ 15 മിനിറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കും. ഇൻ കേസ് നിങ്ങൾ 3 മിനിറ്റിലോ 1 മിനിറ്റിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു അപ്പർ ടൈം ഫ്രെയിം ഇടുക. 5 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം അതിലിടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ 2 ടൈം ഫ്രെയിമിൻ്റെ ഹെൽപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ പോസിബിലിറ്റി എന്താണ്, അവിടെ കൂടുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, അതായത് വിന്നിങ് പോസിബിലിറ്റി കൂടുകയാണ്. ഈ സെയിം സാധനം തന്നെ വീണ്ടും ഇത് കണ്ടോ 5 മിനിറ്റ് ആക്കാം നമുക്ക്. 5 മിനിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 3 മിനിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, 3 മിനിറ്റിൽ കണ്ടോ, 3 മിനിറ്റിൽ MTLൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ളതെല്ലാം 5 മിനിറ്റ് അനുസരിച്ച് പ്രോപ്പർ MTL നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം 5 മിനിറ്റ് അത്രയും അടുത്ത് അലൈനായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പം ഞാനിപ്പം 5 മിനിറ്റിന് ഇട്ടേക്കുവാണ് ഇതിനകത്ത്. അതായത് 3 മിനിറ്റിൻ്റെ MTL ഇതാണ്. ഇവിടെ നിന്ന് എൻട്രി വന്നാലും ഞാൻ എടുക്കും. ഇല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റിൻ്റെ MTL വരെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 5 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ MTL അവിടെ അലൈനായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. 5 മിനിറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അവിടെ പോകുന്നത് കാണാൻ സാധിക്കും. കണ്ടോ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഹൈ പവർ ഉള്ളൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ യൂസ് ചെയ്യുക. ഇതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ഡിമാൻഡ് സോൺ ആണ്. അതായത് ഇത് സോൺ ആണ് കാണിച്ചിരിക്കുന്നത്. ബുള്ളിഷ് സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം സാധനം ഗ്രീനായിട്ട് കാണിക്കും കേട്ടോ. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. എനിക്ക് ലെവൽ വേണം, അതായത് MTL ലെവൽ എനിക്ക് വേണം. 15 മിനിറ്റിൻ്റെ മേജർ MTLും വേണം, ഒരു 30 മിനിറ്റിൻ്റെ മേജർ MTLും വേണം. എനിക്ക് മൈനർ MTL വേണ്ടെന്ന് വെച്ചു. എനിക്ക് എല്ലാത്തിൻ്റെ മേജർ മതി. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ലെവലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ തന്നെ 15 മിനിറ്റിൻ്റെ മെയിൻ MTL എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റി, 30 മിനിറ്റിൻ്റെ മെയിൻ MTL എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റി. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു 5 മിനിറ്റും വേണം, ഒരു 10 മിനിറ്റും വേണമെന്ന് വെച്ചു. എൻട്രി പോയിന്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി, ഇത് മാനുവലായിട്ടുള്ള എൻട്രി പോയിന്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഡീപ്പ് പുൾ ബാക്ക് വരുമ്പോൾ നമുക്ക് എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഇനി ഇത് താഴോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. നമ്മളിപ്പം ട്രെൻഡിനെ ഈ ചെറിയ ടൈം ഫ്രെയിമിൽ നിന്നിട്ട് ഇപ്പം ഇത് 5 മിനിറ്റ് പോസിറ്റീവായെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ലോങ് പോകാതെ വീണ്ടും ഇവിടുന്ന് തിരിയുന്ന സമയത്ത് 1 മിനിറ്റിൽ പോയിട്ട് വീണ്ടും സെൽ സൈഡിലേക്കുള്ള ട്രേഡൊക്കെ എടുക്കാൻ പറ്റും. ട്രെൻഡിനെ മനസ്സിലാക്കി കറക്റ്റ്
കറക്റ്റായിട്ട് ആ രീതിയിൽ മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ സംഭവം മനസ്സിലായോ? അപ്പം ഈ MTL നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ HTF എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഹയർ ടൈം ഫ്രെയിം ബ്രോഡർ ട്രെൻഡ്. ആക്ച്വലി ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണത്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് സ്റ്റാർ ലൈൻസിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് 15 മിനിറ്റും 30 മിനിറ്റിനെയാണ് ബ്രോഡർ ട്രെൻഡായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അത് ടൈം ഫ്രെയിം നിങ്ങൾ മാറ്റി നിങ്ങൾ ഏത് സ്ക്രിപ്റ്റിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളതിനെ ഡിസൈൻ ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 15-30 മിനിറ്റ് ആണ്. അതാണ് നമ്മളുടെ മീൻ വാല്യൂ, അല്ലെങ്കിൽ ആ മീൻ റിവേർഷൻ തിയറി പ്രകാരം നമുക്ക് 15-30 മിനിറ്റുമാണ് ഡിഫോൾട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഇത് കണ്ടോ ഒരു എക്സ്ട്രാ എഡ്ജ് വീണ്ടും കയറി വന്നു. ഇവിടെ നമുക്ക് 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അതായത് പ്രൈസ് വീണ്ടും പുൾ ബാക്ക് എടുത്ത് കയറിപ്പോയി. MTLലും 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈൻ വന്ന ഏരിയ കണ്ടോ, ഹെവി പവർ സോണാണ്. അവിടെ നിന്ന് വീണ്ടും പടക്കം പൊട്ടുന്ന സെല്ല് വന്നു. അപ്പം നമ്മൾ 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ ഇട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനിലേക്ക് ഈ സാധനം ചെന്ന് കയറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ചെറിയ ടൈം ഫ്രെയിമിൽ നിന്നിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൽ തന്നെ നമുക്കൊരു കാര്യം ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ സ്വിംഗ് ട്രേഡ് ഒക്കെ പോലത്തെ ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ ഇതുണ്ടോ, HTFൻ്റെ ബേസ് ആയിട്ടുള്ള കളർ ക്യാൻഡിൽ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ HTF അനുസരിച്ചുള്ള ഇതുണ്ട്. ഇവിടെ നിന്ന് നമുക്കപ്പോൾ എൻട്രി വന്ന് HTF ആണ്, ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള കണക്ഷനാണ്. ഡയറക്റ്റ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് കളിക്കുവാണ്. അപ്പം ഇവിടെ തന്നെ നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്. ആ സെയിം കളർ ക്യാൻഡിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സംഭവം മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ഞാൻ HTFs യൂസ് ചെയ്യും, 30, 15 യൂസ് ചെയ്യും. ബാക്കി MTL, അതായത് ബ്രേസ് സ്ട്രക്ചർ, സ്റ്റാർ ലൈന്, സ്റ്റോപ്പ് ലോസ് ഓർഡർ, അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ, ഇത്രയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SMCക്കകത്ത് ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്യും. ഓർഡർ ബ്ലോക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലൈ ഡിമാൻഡ് സോൺ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ, അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ താഴെ നിങ്ങൾക്ക് ട്രേഡിംഗ് ജേർണലാണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇത് നിങ്ങൾ ബോട്ടം റൈറ്റ് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് റൂൾസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, എത്ര ട്രേഡ് പെർ ഡേ, എത്ര ട്രേഡ് എടുക്കണം, 2 ട്രേഡ്. അപ്പോൾ ഈ റൂളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് കിടക്കും. നമുക്ക് എല്ലാം കൺമുന്നിൽ തന്നെ കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് സെറ്റിങ്സിൻ്റെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. വളരെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സെറ്റിങ്സും കൂടെ നിങ്ങൾ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ആകുന്നത്, നിങ്ങളുടെ ടെമ്പറമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കറക്റ്റായിട്ട് വർക്കൗട്ട് ആകുന്നത് അത് മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം ഞാൻ പറഞ്ഞു. ഞാൻ എടുക്കുന്ന എൻട്രി ഏരിയയും ഞാൻ പറഞ്ഞു. ഞാൻ MTLലാണ് എടുക്കുന്നത്. സ്റ്റാർ ലൈൻസിൽ, അതായത് ഹയർ ടൈം ഫ്രെയിമിൻ്റെ സ്റ്റാർ ലൈൻസിലെടുക്കും. MTLലാണ് എൻട്രി. ഞാൻ എടുക്കുന്ന എൻട്രീസ് എല്ലാം ഡയറക്റ്റ് എൻട്രിയാണ്. ടച്ച് ചെയ്യുന്ന സമയത്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നോർമലി മാനുവൽ എൻട്രി എടുക്കുമ്പം വൺസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈയും ലോയും വരച്ച് കഴിഞ്ഞാൽ എഗെയിൻ പുൾ ബാക്ക് എടുക്കുമ്പോൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വൺസ് ഇപ്പോൾ MTL വന്ന് ടച്ച് ചെയ്തല്ലോ, ഇവിടെ 5 മിനിറ്റിന് MTL വന്ന് ടച്ച് ചെയ്തു, നിങ്ങൾ ഇവിടെ എടുക്കണ്ട. 1 മിനിറ്റിൽ പോയിട്ട് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നിങ്ങൾ നേരെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് അനുസരിച്ച് ഒരു പ്രോപ്പർ ഒരു ട്രെൻഡ് മാനേജ് ചെയ്ത് പോരാനും പറ്റും. സംഭവം മനസ്സിലായോ? അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ഈ എൻട്രി മോഡിനെ കുറിച്ച് സംസാരിക്കാം. ഏതൊക്കെ എൻട്രി മോഡ് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ദെൻ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.